കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ വരുന്ന മാർച്ച് മാസം 5-ാം തീയതി ചാമ്പൽ ബുധനാഴ്ചയാണ്. അന്നു മുതൽ വിശുദ്ധ വാരത്തിൻ്റെ അവസാനം വരെയും നാം സഭയായി നോമ്പുകാലമായി വേർതിരിക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശുമരണങ്ങളെ, ത്യാഗത്തെ ഓർക്കുന്ന ദിവസങ്ങളാണ് ഈ ദിനങ്ങൾ. ആത്മതപനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളായിട്ട് ഈ ദിനങ്ങളെ നാം വേർതിരിക്കാറുണ്ട്. പാരമ്പര്യമായി കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിനും പശ്ചാത്താപ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ വഴിയിൽ, ക്രൂശിൻ്റെ വഴിയിൽ നടക്കാനുള്ള ശ്രമവുമാണ് ഈ നോമ്പിലൂടെ നാം ചെയ്യുന്നത്. ആത്മീയമായി പുതുക്കത്തിൻ്റെ അനുഭവം ഈ ദിനങ്ങളിൽ സ്വായത്തമാക്കുവാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതിനെ സഹായിക്കുന്ന രീതിയിൽ മഹായിടവക പതിവ് പോലെ എല്ലാ ദേവാലയങ്ങളും തുറന്നിടാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട്. പകൽക്കാലത്ത് വിശ്വാസികൾക്ക് ദേവാലയത്തിൽ വരാനും പ്രാർത്ഥിക്കാനും ഉപവാസത്തോടുകൂടി വേദപുസ്തക പാരായണം നടത്തുന്നതിനും അവസരങ്ങളുണ്ട്. തുടർച്ചയായി ബൈബിൾ വായിക്കാനുള്ള ഒരു ആഹ്വാനം ഈ ദിനങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതിനു പുറമെ മഹായിടവകയിലെ എല്ലാ സഭകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥനാ ശൃംഖല ചാമ്പൽ ബുധനാഴ്ച മുതൽ വിശുദ്ധ വാരത്തിൻ്റെ അവസാനം വരെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ സഭയിലും നടക്കുന്ന പ്രാർത്ഥനകളിൽ എല്ലാ വിശ്വാസികളും ആത്മാർത്ഥതയോടുകൂടി, പശ്ചാത്താപ ഹൃദയത്തോടുകൂടി, അനുതാപത്തോടുകൂടി പങ്കെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതിനു പുറമെ നോമ്പിൻ്റെ ദിനങ്ങളിൽ സ്വയവർജന കാഴ്ചകൾ ഓരോരുത്തരും മാറ്റിവെക്കേണ്ടതാണ്. ആ കാഴ്ചകൾ നോമ്പിൻ്റെ ദിനങ്ങൾ കഴിഞ്ഞ് സഭയിലും സമൂഹത്തിലുമുള്ള ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആത്മീയമായി ഒരു പുതിയ അനുഭവത്തിലൂടെ ഈ ദിനങ്ങൾ നമുക്ക് ചിലവഴിക്കാം. ഈ അനുഭവം നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടായി തീരട്ടെ. വളരെ അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ഏവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.